ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം പകുതിയായിട്ട് കുറഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള വോട്ടാണോ, എതിരായിട്ടുള്ള ജനവികാരമാണോ, യോഗി ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരമാണോ എന്നുള്ള കാര്യത്തിൽ ബി.ജെ.പിക്ക് ഒരു അഭിപ്രായം വേണമല്ലോ. എന്തായാലും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും ഒരേ ആളുകളുടെ തന്നെ ഒരേ പാർട്ടി ബി.ജെ.പിയാണ്. സ്വാഭാവികമായിട്ടും ആരുടെ പ്രവർത്തനം കൊണ്ടാണ് അവിടെ വോട്ട് ഷെയർ കുറയുകയും സീറ്റ് എണ്ണം കുറയുകയും ചെയ്തത് എന്നുള്ളതിന് മറുപടി പറയാൻ ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ യോഗിയുടെ കുറവാണ്, മോദിയുടെ കുറവാണ്, അമിത ആത്മവിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ യോഗി ആദിത്യനാഥിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്ത് തന്നെയായാലും ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് വലുതായിട്ട് അവരുടെ ചുവട് ഇടറുന്നതാണ് നമ്മൾ കാണുന്നത്. ബി.ജെ.പിയുടെ എക്കാലത്തെയും വലിയ മാർജിനിലേക്ക് അവർ വിജയിച്ചു. അവിടെ നിന്നുള്ള താഴേക്കുള്ള ഡൗൺവേർഡ് ഷിഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്ര ഭരണത്തിലായാലും ഉത്തർപ്രദേശിലായാലും കാണുന്നത്. 8 MLA-മാർ, 2 മന്ത്രിമാരടക്കം 8 MLA-മാർ രാജിവെക്കുന്ന സാഹചര്യം ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളാണ് ഇനി കാണേണ്ടിയിരിക്കുന്നത്, സഹിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ 13-ൽ 10 സീറ്റും ഇന്ത്യ മുന്നണി ജയിക്കുന്നു. അതേസമയം തന്നെയാണ് മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും പോലെയുള്ള സംസ്ഥാനങ്ങൾ ബി.ജെ.പിക്ക് വലിയ ശക്തിയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപാർട്ടിയിൽ പ്രശ്നങ്ങളുടെ പേരിൽ അവർ വലിയതായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്നത്. ഇപ്പോൾ അയോധ്യയും ബദരീനാഥൊക്കെ തോക്കുന്നത് ബി.ജെ.പിക്ക് ഇന്ത്യയിലെ ജനങ്ങൾ കൊടുക്കുന്ന ചില സന്ദേശങ്ങളാണ്. അത് കണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ 400 സീറ്റ് കിട്ടുമെന്നുള്ള അഹംഭാവത്തിൽ നടന്നവർക്ക് കിട്ടിയ അതേ മറുപടി തന്നെ ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി.ജെ.പി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്ത് തന്നെയായാലും ബി.ജെ.പിയുടെ ഡൗൺവേർഡ് ഷിഫ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു, അതിലൊരു സംശയവും വേണ്ട. മറുപക്ഷത്ത് ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ അതിശക്തമായിട്ടുള്ള പോർമുഖം തുറന്നുകൊണ്ട് പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പുറത്ത് ബി.ജെ.പിക്കകത്ത് അവരുടെ